ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടവും വേറെ ഒരച്ഛനും പറഞ്ഞ രണ്ട് വീഡിയോകളാണ്. അത് നമുക്ക് ശ്രദ്ധിച്ചിട്ട് മടങ്ങി വരാം. സംവാദവേദികളിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, യേശു ദൈവമെങ്കിൽ ക്രൂശിൽ കിടന്ന് ഈ വേദന സഹിച്ചിട്ട് കരഞ്ഞത് എന്തിനാണ്? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഞാൻ അഭിമാനത്തോട് പറയും, അത് വെറും കരച്ചിലല്ല സഹോദര. വേദന വന്നപ്പോ തോന്നിയപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയില്ല സഹോദര. ആ കരച്ചിൽ പോലും പ്രീ പ്ലാൻഡ് ആണ്. യേശുവിനും 1000 ആണ്ടുകൾക്കപ്പുറത്ത് ഭൗതിക ജീവിതത്തിൽ യേശുവിന്റെ മുതുമുത്തച്ഛൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന ദാവീദി രംഗം ആത്മാവിൽ കണ്ടിട്ട് 22ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു, എലീഹോ എലീഹോ ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ക്രൂശിലെ ഒരു പ്രവൃത്തിയും വന്ന വഴിക്ക് സംഭവിച്ചതല്ല, പെട്ടെന്നുണ്ടായതല്ല. തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ച്, തിരുവെഴുത്തുകളിൻ പ്രകാരം വളർന്ന്, തിരുവെഴുത്തിൻ പ്രകാരം പ്രവർത്തിച്ച്, തിരുവെഴുത്തിൻ പ്രകാരം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത്, തിരുവെഴുത്തിൻ പ്രകാരം സഞ്ചരിച്ച്, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു എന്ന അപൂർവ വ്യക്തിത്വം ഒരു യാദൃച്ഛിക സംഭവമല്ല. എല്ലാം മുൻകൂട്ടി എഴുതി വെച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടക്കുകയായിരുന്നു എന്ന് പറയുന്നത് എന്നുള്ളത് അറിയുക. ദൈവവിശ്വാസത്തെ തരുന്നു എന്നതാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന വിശ്വാസികൾ, ബാധ്യസ്ഥനായ വിശ്വാസിക്ക് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൽ ഭയങ്കര അപകടമുണ്ട്. ആ ദൈവം ദൈവമല്ല. നിങ്ങളുടെ ചിന്ത വളരെ ശരിയാണ്. ഞാനാകുന്നുവെന്ന് ദൈവം പറഞ്ഞാൽ ആ ദൈവം ദൈവമല്ല. അത് ഓംനി പൊട്ടൻ ദൈവമാ. നേരത്തെ പറഞ്ഞതുപോലെ സംശയിക്കേണ്ടതില്ല. ബൈബിളിന്റെ ദൈവം ഏതാണെന്നുള്ളതോ, ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞ പീലാത്തോസിന്റെ അരമനയില് ആണികളാൽ തറയ്ക്കപ്പെട്ട് ചെമ്മട്ടിയേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യനില്ലേ, അവന് ബൈബിളിന്റെ ദൈവം എന്ന് പറയുന്നത്. കുരിശിൽ കിടക്കുന്ന ദൈവം, മുറിക്കപ്പെടുന്ന ദൈവമാ ബൈബിളിന്റെ ദൈവം എന്ന് പറയുന്നത്. ഇതാ ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്നുള്ളത് അറിയുക. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. വീഡിയോയിൽ നമ്മുടെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടവും അച്ഛനും പറയുന്നു, ദൈവത്തിന്റെ മുകളിൽ വേറൊരു ദൈവമുണ്ട് അല്ലെ. ഇപ്പൊ എന്നെ കേൾക്കുന്നവരൊക്കെ പറയുന്നു, ഞാൻ ഇതുണ്ടാക്കി പറയുന്നതാണ്, അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല എന്ന്. വീഡിയോ സഹിതമാണ്, നിങ്ങൾക്ക് വീഡിയോ പരിശോധിക്കാം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് കാര്യം. അതായത് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം അവിടെ പറയുന്ന ഒരു കാര്യം, പുള്ളി പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാര്യം ചോദിക്കും. യേശുക്രിസ്തു ദൈവമല്ലേ? ദൈവമാണെങ്കിൽ പിന്നെ എന്തിനാ ക്രൂശി മരിച്ചത് എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുമെന്നും അല്ലെ. അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്ന ആ ഒരു സങ്കീർത്തനത്തിൽ എന്റെ ദൈവം എന്നെ കൈവിട്ടത് എന്തേ എന്ന ദൈവവചന വാക്യവും ഒക്കെ അതിനകത്ത് ചേർത്ത് വെച്ചാണ് ആ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം ആ അച്ഛനെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഒരു ദൈവമുണ്ട്, പുതിയ നിയമത്തിൽ ഒരു ദൈവവും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എത്ര ദൈവങ്ങളായി? 2 ദൈവങ്ങൾ അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നവരുടെ വാക്കുകളിൽ തന്നെ. ഇത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്തായെങ്കിൽ തന്നെ നിങ്ങൾ ആ വീഡിയോ പരിശോധിച്ചാൽ മതി. വീഡിയോയിൽ അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കിയതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരുവനേ ഉള്ളൂ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മുകളിൽ വേറൊരു ദൈവമുണ്ട് അല്ലെ. പിതാവ് ഒരു ദൈവം, പുത്രൻ ഒരു ദൈവം, പരിശുദ്ധാത്മാവ് ഒരു ദൈവം. അങ്ങനെ 3 ദൈവങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിനെ മറയ്ക്കാൻ വേണ്ടി തൃത്വം എന്ന് പറയുന്ന 3 വ്യക്തികൾ ഉണ്ടെന്ന് ഉള്ള കൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. സമതുല്യരായ അല്ലെങ്കിൽ സമതുല്യരായ വ്യക്തികൾ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും എന്റെ താഴെ വരുന്ന കമന്റുകളിലെല്ലാം എല്ലാവരും പറയുന്നു, യു ആർ കൾട്ട്. എന്തുകൊണ്ട് ഞാൻ കൾട്ടാകും? കാരണം ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അപ്പോസ്തലന്മാരെല്ലാം എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. 3 ഉണ്ടെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. 3 വ്യക്തികളുള്ള ദൈവമൊന്നും പറഞ്ഞിട്ടില്ല. അവൻ സർവ്വജഡങ്ങളുടെ ഉടയവനായതുകൊണ്ടാണ് അവൻ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ പാപം ഒഴികെ അവൻ സകലത്തിനും എന്തായിരിക്കണം? തുല്യനാകണം, മനുഷ്യനോട് തുല്യനാകണം പാപം ഒഴികെ. കാരണം ദൈവത്തിന് പാപമില്ല.
അതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ കിടക്കുന്നവനാണ്. ആ പാപത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ആ പാപത്തിന്റെ വിടുതലിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ വെളിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് തിമോത്തിയിൽ എഴുതിയിരിക്കുന്നു, തിമോത്തിയസ് 3:14 ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്ന് പറയുമ്പോൾ KJV ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. അല്ലെ? അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ 2-3 വ്യക്തികൾ ദൈവത്തിനുള്ളിലുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം ഒരുവനല്ലോ എന്ന് പറയുന്നു. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം ഒരുവനേ ഉള്ളൂ. അതായത് ഒരു ദൈവത്തിന്റെ മുകളിൽ വേറൊരു ദൈവമില്ല. അങ്ങനെ ഒരു കാര്യം ദൈവവചനം പറയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഒരു ദൈവത്തിന്റെ തന്നെ, അതായത് ആത്മാവായ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ ഇനി ലോകത്തിന് കഴിയാത്തിടത്തോളം കാലം എന്താണ് സംഭവിക്കുന്നത്? ഞങ്ങളെപ്പോലെ സത്യം പറയുന്നവരെല്ലാം കൾട്ടാണെന്ന് ഞങ്ങളുടെ കമന്റ് വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുകയാണ്. പക്ഷെ ഞാൻ ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കാര്യങ്ങളും ഈ കാലങ്ങളിൽ പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം 2 ദൈവങ്ങൾ ഇവർക്കുണ്ട്. അത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചു നോക്കുക. നിങ്ങൾ ഇന്നലെ പഠിച്ച ആ തൃത്വത്തിന്റെ പേരിലായിരിക്കും നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നത്. കാരണം ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, അവിടെ 2 പേരുണ്ട്, 3 പേരുണ്ട്, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. തൃത്വം പ്രസംഗിക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൃത്വം ശരിയാണോ എന്ന് നിങ്ങൾ ബൈബിളിൽ നോക്കുക. കാരണം എനിക്ക് തൃത്വം വേണമെങ്കിൽ എനിക്ക് പ്രസംഗിക്കാം, തൃത്വം എനിക്കറിയാൻ മേലല്ല, തൃത്വം പ്രസംഗിക്കാം. പക്ഷെ എന്തുകൊണ്ട് സത്യമല്ല തൃത്വം എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായത് കൊണ്ടാണ് ഞാൻ ഏകദൈവത്തെ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കും, ഈ പറയുന്ന അനിൽ കൊടിത്തോട്ടത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛനോ അല്ലെ ആരെങ്കിലും ആയിക്കോട്ടെ തൃത്വം പറയുന്നവരെയെല്ലാം തകർക്കാൻ വന്നിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതല്ല. നിങ്ങൾ തന്നെ ദൈവവചനം പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോകളൊക്കെ ഞാൻ ഇടുന്നത് ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ്. അല്ലാതെ ഒരിക്കലും ഒരാളുടെ വിശ്വാസത്തെ തകർക്കാനോ അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതാക്കാനോ ഒന്നുമല്ല. സത്യം അറിയുന്നവർ അല്ലേ, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറയുമ്പോൾ ആ വചനത്തിനോട് നീതി പുലർത്തുന്നത് കൊണ്ടാണ് ഞാനിതെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും എന്നെ കൾട്ടെന്നോ ദുരുപദേശകനെന്ന് വിളിച്ചാലും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എനിക്ക് ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ആഴമായ സത്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നിന്നും വിട്ടുമാറുവാൻ ഞാൻ തയ്യാറല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.